നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂര പീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് വി.ഡി. സതീശൻ. വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തത്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂര പീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സൂരജിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട്, ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത്. മർദ്ദിച്ചിട്ടും മതിവരാത്ത അയാൾ ഒരു തെറ്റും ചെയ്തില്ല. കള്ളക്കേസിൽ കുടുക്കി. അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അഴിച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൌരവത്തോടുകൂടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും 1 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. IPC 323 കൈകൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം സംഭവത്തിൽ 2 ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. 4 പോലീസുകാരുടെയും പ്രമോഷൻ 3 വർഷത്തേക്ക് തടഞ്ഞു. ഇൻക്രിമെന്റ് 2 വർഷത്തേക്ക് തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. തുടർ നടപടി കോടതി തീരുമാനപ്രകാരം മതി എന്നുമാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം പോലീസ് കസ്റ്റഡി മർദ്ദനം ശരിവെച്ച് അന്വേഷണ റിപ്പോർട്ട്. കുന്നംകുളം പോലീസിന്റെ ഇടി അന്നേ കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷിച്ചു. SI ന്യൂമാൻ, സീനിയർ CPO ശശിധരൻ, CPOമാരായ സന്ദീപ്, സജീവ് എന്നിവർ യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അന്നമനട സെന്ററിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ സദസ്സിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. അന്നമനട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P.K. തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആനപ്പാറ, ചന്തു പള്ളിയിൽ, ഹഫീസ് കാസിം, പ്രശാന്ത് ശിവൻ, മിഥുൻ മുരളീധരൻ, അഖിൽ പോൾ, പഞ്ചായത്ത് മെമ്പർ ഷിജു എന്നിവർ പ്രസംഗിച്ചു.
അതിന്റെ ഭാഗമായി ആ ചെറുപ്പക്കാരന്റെ കേൾവി ശക്തിക്ക് പെരുമനുണ്ടായി തകരാറ് സംഭവിക്കുന്ന സാഹചര്യവുമാണ് കടന്നുപോയത്. വലിയ നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് ആ ദൃശ്യം നമുക്ക് പുറത്തുവിടാനായിട്ട് സാധിച്ചത്. അതിന് അക്രമത്തിന് നേതൃത്വം കൊടുത്ത കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ SIയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടി ഇന്ന് അടിയന്തരമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി മണ്ഡല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ശ്രീ നിതിൻ മുരളീധരനെ ക്ഷണിക്കുന്നു. തിരുവോണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കാൻ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്കാണ്. ഉത്രാട ദിനത്തിൽ ഉച്ച കഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിന്റെ തീവ്രത കൂടും. ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പച്ചക്കറിക്കടകളിലും വസ്ത്രശാലകളിലുമാണ്. ഫുട്പാത്തുകളിലെ കച്ചവടത്തിനും മാർക്കറ്റ് ഏറെയാണ്. ഉത്രാട ദിവസം പച്ചക്കറിക്ക് വില കൂടുതലാണെങ്കിലും തിരുവോണത്തിന് മലയാളികൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഓണക്കാലത്തെ കച്ചവട ലാഭത്തെക്കുറിച്ചാകട്ടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കച്ചവടക്കാർക്ക്. ഓണം കളർഫുൾ ആകണമെങ്കിൽ പൂക്കളം വേണം. എന്നാൽ ഒറിജിനൽ പൂക്കളോട് മത്സരിക്കാൻ പ്ലാസ്റ്റിക് പൂക്കളും വിപണിയിലുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴയ പഴഞ്ചൊല്ല്. എന്നാൽ ഓണക്കോടിയില്ലാതെ എന്ത് ഓണം എന്നാണ് ന്യൂജൻ പഴഞ്ചൊല്ല്. ട്രെൻഡി ഓണത്തിന് ട്രെൻഡി വസ്ത്രങ്ങളാണ് വിപണിയെ ഭരിക്കുന്നത്. മീഡിയ ടൈം, മാള. അന്നമനട പൊഴോലിപ്പറമ്പിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചിലവിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം VR സുനിൽകുമാർ നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്താണ് അന്നമനട ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള അവാർഡുകൾ വാങ്ങിക്കൊണ്ട് ജനമധ്യത്തിൽ നിൽക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഭരണസമിതി അംഗങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനം നേരുകയാണ്. ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിന്ധു ജയൻ, TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, KA ബൈജു, ഷീജന, ജോബി ശിവൻ എന്നിവർ സംസാരിച്ചു. കൊരട്ടിയിൽ ഗൃഹനാഥനെ വീടുകയറി ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മേലൂർ കുന്നപ്പള്ളി സ്വദേശികളായ നന്ദിപുലത്ത് വീട്ടിൽ വിമൽ, കൈത്തടം വീട്ടിൽ പ്രവീൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം മുമ്പ് വിമൽ പട്ടിയുമായി ഗൃഹനാഥന്റെ വീട്ടിൽ വന്നപ്പോൾ വിമലിനെ ഇറക്കി വിട്ടിരുന്നു. ആ സംഭവത്തിന്റെ വൈരാഗ്യത്താലാണ് വിമൽ പ്രവീണുമായി വന്ന് പരാതിക്കാരനെ ആക്രമിച്ചത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SI GASI ഷീപ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂര പീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് VD സതീശൻ. VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തത്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.